മാന്നാർ ചെന്നിത്തല പഞ്ചായത്ത് വാഹനത്തിന്റെ ടയർ ഊരി വിറ്റതായി ആക്ഷേപം. ചെന്നിത്തല പഞ്ചായത്തിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനും നിലവിൽ ജോലിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമെതിരെയാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. മാന്നാർ ചെന്നിത്തല പഞ്ചായത്തിലെ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കുന്നതിനായി പഞ്ചായത്ത് തീരുമാനിച്ച ടവേര വാഹനത്തിന്റെ ടയറുകളാണ് ആരോപണ വിധേയരായവർ ഊരി ആക്രിക്കടയിൽ 7,000 രൂപയ്ക്ക് വിറ്റതായി ആക്ഷേപമുയരുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന നല്ല ടയറുകൾ ഊരി വിറ്റിട്ട് പഞ്ചറായ ടയറുകൾ ഇപ്പോൾ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടിരിക്കുകയാണെന്നും കാണിച്ച് ഡിവൈഎഫ്ഐ ചെന്നിത്തല മേഖലാ കമ്മിറ്റി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. നമ്മുടെ മുൻ സെക്രട്ടറി ഇപ്പോൾ പുള്ളി റിട്ടയർഡായി പോയി. ജൂൺ മാസത്തിൽ പുള്ളി ജൂൺ മാസത്തിൽ പുള്ളി റിട്ടയർഡായി പോയിരിക്കുകയാണ്. HC ഇപ്പോൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കണ്ടം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കും. ആ വണ്ടി ഇപ്പം നമുക്ക് 15 വർഷം കഴിഞ്ഞുകൊണ്ട് ഓടാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി ഷെഡിലിട്ടേക്കുക. ഈ അടുത്ത സമയത്ത് വണ്ടിയുടെ ടയർ 4 ഇവരെ അടിച്ച് വിറ്റ് കാശ് മേടിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഞങ്ങൾ അടുത്ത കമ്മിറ്റിയിൽ അതിൻ്റെ വെച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിന് നടപടി സ്വീകരിക്കും. ആരോപണ വിധേയരായവർക്കെതിരെ ഈ പഞ്ചായത്തിൽ നിരവധി പരാതികൾ നിലവിലുണ്ടെന്നും ടയർ ഊരിവിറ്റതായി ഉയർന്നുവരുന്ന ആരോപണം അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ പരിഗണിക്കുകയും വേണ്ട നടപടികൾ എടുക്കുന്നതിനായി തീരുമാനിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിനു, അജിത ദേവരാജൻ തുടങ്ങിയവർ അറിയിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ വാഹനത്തിന്റെ ടയർ നഷ്ടപ്പെട്ടെന്ന് നമ്മളൊരു 6 ദിവസം മുമ്പ് അറിയുന്നു. ഡിവൈഎഫ്ഐ ഇവിടെ പരാതി നൽകുമ്പോഴാണ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്വേഷിച്ചപ്പോൾ പഴയ പഞ്ചായത്ത് സെക്രട്ടറി പ്രദീപ് എന്ന് പറയുന്ന സാറും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന HC ഹരികുമാറും ചേർന്ന് ഇവിടെ തന്നെ LSTD സെക്ഷനിലെ ഒരു കരാറ് ഡ്രൈവർക്ക് അഴിച്ചു കൊടുത്ത് കാശ് മേടിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ഇട്ടുകൊടുക്കുകയും ആ പണം HCക്കും അതുപോലെ തന്നെ പഴയ സെക്രട്ടറിക്കും അദ്ദേഹം ആ സെക്കൻഡിൽ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഡ്രൈവറെ കരുവാക്കുന്ന ഒരു സമീപനമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 2 ഉദ്യോഗസ്ഥരും സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.